ജാംനഗറിൽ ഒരു എയർപോർട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ടാണത്. ആ എയർപോർട്ട് 10 ദിവസം രാജ്യത്തെ പട്ടാള എയർപോർട്ടിൽ നിന്ന് മാറിയിട്ട് യാത്രാ എയർപോർട്ടായി ഇന്ത്യയുടെ ഭരണകൂടം മാറ്റുകയുണ്ടായി. ആ മാറ്റിയത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി ആയിരുന്നില്ല. ആ മാറ്റിയത് ഇവിടെ ഉണ്ടായ ഒരു അടിസ്ഥാന പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഡിസ്ട്രസ് ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. മറിച്ച് അവിടെ ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി കയറി വരുന്ന ആളുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ പരമപ്രധാനമായ നയതന്ത്രപ്രധാനമായ എയർപോർട്ട് 10 ദിവസം തുറന്നു കൊടുത്തു നമ്മുടെ അധികാരികൾ. ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. പറയുവാൻ ഒരാൾ പോലും എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുവാൻ വേണ്ടി പോലും ഒരു മനുഷ്യനും ബാക്കിയില്ലാത്ത വിധം എല്ലാ മനുഷ്യരുടെയും വായ മൂടിക്കെട്ടുന്ന കാലസന്ധിയിലേക്ക് നാം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനാധിപത്യമെന്ന് ഇവിടെയാണ് നാം വിളിച്ചു പറയേണ്ടത്. ജനാധിപത്യം എന്ന് പറയുന്നത് സംവാദവും, ജനാധിപത്യം എന്ന് പറയുന്നത് ചർച്ചകളും, ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിപ്പുകളും, ഡിബേറ്റ്, ഡിസന്റ്, ഡിസ്കഷൻ. ഈ 3 D ആണ് ജനാധിപത്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഹിതമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിന്റെ പേരല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. മറിച്ച് ഗാന്ധി വിഭജിച്ച രാഷ്ട്രീയത്തെ കുറിച്ച് ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. അത് ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യന്റെ കണ്ണീരൊപ്പുന്നതിന്റെ പേരാണ് രാഷ്ട്രീയമെന്ന്, അതിന്റെ പേരാണ് സ്വാതന്ത്ര്യമെന്ന്, അതിന്റെ പേരാണ് സ്വരാജ്യമെന്ന്, അതിന്റെ പേരാണ് അന്ത്യോദയ എന്ന് നമ്മൾ വിവക്ഷിച്ചിട്ടുണ്ട്. ഈ പേരുകളെല്ലാം നമുക്കിന്ന് ട്രെയിനുകളുടെയോ പദ്ധതികളുടെയോ പേരുകളിലൂടെ മാത്രം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് ആലോചിക്കുവാനോ പഠിക്കുവാനോ നമുക്ക് നേരമില്ലാതായി തീർന്നിരിക്കുകയാണ്. എതിർ ശബ്ദങ്ങളാണ് ജനാധിപത്യത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത്. നോക്കൂ നിങ്ങൾ പാർലമെന്റിന്റെ സംവിധാനങ്ങളിലേക്ക്. അവിടെ അനേകം സമിതികൾ ഉണ്ടായിരുന്നു. ആ സമിതികളെ തിരഞ്ഞെടുക്കുന്നത് അതിലൊരിക്കലും ഭരണകക്ഷിയുടെ മാത്രമായിരുന്നില്ല പ്രാധാന്യം, പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ചേർക്കുന്ന അനേകം സമിതികളാണ് ഇന്ത്യൻ പാർലമെന്റിന്റേത് ചരിത്രപരമായി ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമിതികളെല്ലാം നിശബ്ദമാക്കപ്പെടുകയോ മീറ്റിംഗുകൾ ഇല്ലാതാക്കപ്പെടുകയോ മെല്ലെ മെല്ലെ പിരിച്ചുവിടപ്പെടുകയോ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഏറ്റവും സുതാര്യവും നീതിപൂർണവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് പേര് കേട്ടതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുത്തിരുന്നത്? അത് രാജ്യത്തെ പ്രധാനമന്ത്രിയും രാജ്യത്തെ പ്രതിപക്ഷ നേതാവും രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസും ചേർന്നുകൊണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രക്രിയയിൽ ചീഫ് ജസ്റ്റിസിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ഭരണകക്ഷത്തിന്റെ ആധിപത്യം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു പങ്കാളിത്തത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഉണ്ടായിരുന്നത്. മാറ്റിയല്ലോ. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മന്ത്രിയും എന്ന പേരിലേക്ക് വന്നു. ഒരു രാത്രി പശ്ചിമ ബംഗാളിലേക്ക് കയറിപ്പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരിച്ച് പിറ്റേ ദിവസം കയറി വരുമ്പോൾ അദ്ദേഹം രാജിക്കത്തുമായിട്ടാണ് ഡൽഹിയിലേക്ക് വന്നിറങ്ങുന്നത്. പിന്നീട് അദ്ദേഹം രാജിവെക്കുന്നു. പുതിയ കമ്മീഷണറെ കണ്ടെത്തണം, തിരഞ്ഞെടുപ്പ് നടത്തണം. തിരഞ്ഞെടുപ്പ് തൊട്ട് തലേന്നെത്തി നിൽക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള അംഗങ്ങളുടെ അന്തിമ ലിസ്റ്റിന് വേണ്ടിയുള്ള വലിയ ലിസ്റ്റാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത്. അതിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കണമെന്നതിനെ കുറിച്ച് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ ഉള്ള ചർച്ചകൾക്ക് പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിയോജനവും വിസമ്മതവും ചർച്ചകളും സംവാദങ്ങളുമാണ് ജനാധിപത്യത്തെ സൗന്ദര്യമുള്ളതാക്കി തീർത്തത്. ഏകശിലാത്മകമായ സംസാരങ്ങൾ, റേഡിയോ ഭാഷണങ്ങളല്ല ഈ രാജ്യത്തിന്റെ മുഖമുദ്രയായി ഉണ്ടായിരുന്നത്. നിങ്ങൾ വിമർശിക്കൂ എന്ന് പറഞ്ഞ്, നിങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പിലേക്ക് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവസരം ചോദിച്ചപ്പോൾ ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ഇങ്ങോട്ട് കയറി വന്നുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ചോദിക്കേണ്ടതില്ല എന്നും പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്താൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് എന്നും പറഞ്ഞ ജവഹർലാൽ നെഹ്റു ഈ രാജ്യം ഭരിച്ച കാലത്തെ ഞാൻ ഓർത്തുപോവുകയാണ്. ഇന്ന് വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്ന മനുഷ്യരെ മുഴുവൻ അരുക്കാക്കിക്കൊണ്ടിരിക്കുന്ന, മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എതിർ ശബ്ദമുയർത്തുന്ന ഏത് ചെറിയ മനുഷ്യനെയും എങ്ങനെയാണ് കരിനിമയങ്ങൾ ചാർത്തിയിട്ട് ജയിലിലടക്കുക എന്ന് ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യരെ മുഴുവൻ ജയിലിലടച്ചിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ഉത്തരം പറയാൻ കഴിയാതെ ഞങ്ങൾ ജാമ്യം നൽകും, നിങ്ങൾക്ക് എന്തിന് ജയിലിലടച്ചു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ജാമ്യം നൽകേണ്ടി വരും എന്ന് പറയുന്ന സന്ദർഭത്തിൽ ജാമ്യത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയുന്ന കാഴ്ചയും നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് കാണുകയുണ്ടായി. ഇന്ന് ഈ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വാർത്തകളിലൊന്ന്, ഈ തിരഞ്ഞെടുപ്പിൽ കവലകൾ തോറും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന
നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയുടെ, കോടികളുടെ അഴിമതിയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിലാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? സംഭാവന നൽകുന്നത് ആര് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ലാത്ത സംഭാവനയുടെ പേരാണ് ഇലക്ട്രൽ ബോണ്ട്. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിലെ സംഭാവനകൾ സ്വീകരിച്ചത്? 1 കോടി രൂപ മൂല്യമുള്ള 5900-ലധികം ഇലക്ട്രൽ ബോണ്ടുകൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്? തൊട്ടുതലേന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ മറ്റ് അന്വേഷണ ഏജൻസികളോ റെയ്ഡിന് വേണ്ടി പോയ കമ്പനികളിൽ നിന്ന് പിറ്റേ ദിവസം, അല്ലെങ്കിൽ റെയ്ഡിന് തൊട്ടു തലേന്ന്, അല്ലെങ്കിൽ ഒരു അനുമതി ലഭിക്കുന്നതിന് തൊട്ടുതലേന്ന് 1 കോടി രൂപയുടെ മൂല്യങ്ങളുള്ള അനേകം ഇലക്ട്രൽ ബോണ്ടുകളുമായി ഈ കമ്പനികൾ കയറി ചെല്ലുന്നുണ്ട്. അതിലേറ്റവും രസകരമായ ധാരാളം വാർത്തകളുണ്ട്. ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ പ്രതീക്ഷയോടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, പ്രൊജക്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഈ രാജ്യത്ത് 25 മാധ്യമ പ്രവർത്തകർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ ജോലിയും അവരുടെ കമ്പനിയും അവരുടെ തൊഴിലിടവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ തൊഴിലിടങ്ങളിലെയും ന്യൂസ് ലോണ്ടറിയിലെയും വയറിലെയും സ്ക്രോളിലെയും അങ്ങനെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമാന്തര മാധ്യമ സ്ഥാപനങ്ങളിലെ 25 മാധ്യമ പ്രവർത്തകർ ചേർന്നുകൊണ്ട് പ്രൊജക്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ ക്ലിപ്തപ്പെടുത്തി പൊതുസമൂഹത്തിന് പരസ്യപ്പെടുത്തുകയുണ്ടായി. SBIയുടെ ഉദ്യോഗസ്ഥർ മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ രാജ്യത്തിന്റെ നീതിപീഠം കാർക്കശ്യത്തോടെ സംസാരിച്ചു. നിങ്ങൾ ആ വിവരം പൊതുസമൂഹത്തിന് മുമ്പിൽ പറയണം എന്നാവശ്യപ്പെട്ടു. SBIക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടി വന്നു. ആ വിവരങ്ങളിൽ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ആ അവ്യക്തതകളെ മുഴുവൻ നീക്കിക്കൊണ്ട് പരമാവധി പൊതുസമൂഹത്തിന് മുമ്പിൽ ലഭ്യമാക്കാൻ ഈ മാധ്യമ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി. മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളെ വിലക്ക് വാങ്ങുന്ന, ആ മാധ്യമ സ്ഥാപനങ്ങളെ കയ്യാമം വെക്കുന്ന, അവർക്ക് സൽക്കാരം നൽകുന്ന, അവരെ സ്വീകരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രീണനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സമാന്തര മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അനേകം മനുഷ്യർ ഈ രാജ്യത്തുടനീളമുണ്ട് എന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ നമുക്കിനിയും പ്രതീക്ഷകൾ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധ്രുവ്രാട്ടിയും കിരൺ താപ്പറും രാജേഷ് കുമാറും അടക്കമുള്ള അനേകം മനുഷ്യർ സമാന്തര മാധ്യമ പ്രവർത്തനങ്ങളുമായി ഒറ്റയാൾ പോരാട്ടങ്ങളായി ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി തെരുവിലുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഒറ്റയാൾ പട്ടാളങ്ങളെ ശക്തിപ്പെടുത്തുകയും അവരുടെ കരങ്ങൾ ഊർജം പകരുകയും ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു കൊച്ചു ശ്രമത്തെ പോലും ചെറുതായി കാണാതിരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകളുടെ അഴിമതിയുടെ അനേകം കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ അഴിമതിയുടെ വാർത്തകൾ നമ്മുടെ തെരുവുകളിൽ ചർച്ചയാവുന്നില്ല. എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തെ പ്രസംഗങ്ങൾ നടക്കുന്നത്? എവിടെയാണ് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള സംവാദങ്ങൾ നടക്കുന്നത്? പരസ്പരം വിദ്വേഷം വിളമ്പാനും, പരസ്പരം അപരദ്വേഷങ്ങൾ ഉണ്ടാക്കുവാനും, പരസ്പരം ശത്രുതയുണ്ടാക്കുവാനും, പരസ്പരം വ്യക്തിഹത്യകൾ നടത്തുവാനും ഒക്കെ ഉള്ള ശ്രമത്തിന്റെ പേരല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ രാജ്യത്തെ കുറിച്ച് പഠിച്ച ഒരു അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 2023 മാത്രം ഈ രാജ്യത്ത് 698 വിദ്വേഷ പ്രചാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. 698 വിദ്വേഷ പ്രചാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കൊച്ചു സംഭവമല്ല. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന, ഏതെങ്കിലും ഒരു തെരുവിൽ നടക്കുന്ന, ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘത്തിന്റെ കയ്യിൽ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചല്ല ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട് നേടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലക്കയറ്റത്തിന്റെയും ജീവിത ചെലവിന്റെയും വർധനവാണ്. രാജ്യം അതിരൂക്ഷമായ വിലക്കയറ്റത്തിലൂടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരിലെ സാധാരണക്കാരൻ ഇല്ലാത്തവരിൽ ഇല്ലാത്തവനായി പട്ടിണിയും പരിവട്ടവുമായി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വിലക്കയറ്റത്തെ താങ്ങി നിർത്തുവാൻ ഈ രാജ്യം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് പുതിയ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പുതിയ ആഘോഷങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ശത്രു രാജ്യത്തെ നിർവഹിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, നമ്മുടെ ചോദ്യം ഇതാണ്: ഈ രാജ്യത്തെ സാധാരണക്കാരുടെ പട്ടിണി മാറ്റാൻ, ഈ രാജ്യത്തെ ഓട്ടോറിക്ഷക്കാരന്റെ, ഈ രാജ്യത്തെ തൊഴിലാളിയുടെ, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ, കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബോധന ചെയ്യുവാനുള്ള എന്ത് മാജിക്കാണ്, എന്ത് ഫോർമുലയാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ളത്? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് അവിടെയും വിദ്വേഷമാണ്, അവിടെയും മതദ്വേഷമാണ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവിടെയും ഒരു സമൂഹത്തെ മാറ്റിവെക്കുവാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ: ഈ രാജ്യത്തെ സാധാരണക്കാരോട് നിങ്ങളുടെ സംബോധന എന്താണ്? അവർക്ക്, കർഷകർക്ക് അടിസ്ഥാന താങ്ങുവില ലഭിക്കുവാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർഷകർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം കീടനാശിനിയിലും ഒരു കഷ്ണം കയറിലും അവസാനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകർ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഈ രാജ്യത്ത് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ കുറിച്ച് രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്. എന്താണ് സാധാരണക്കാരുടെ വിദ്യാഭ്യാസം, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ദളിതരുടെ വിദ്യാഭ്യാസം? ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? നമുക്കൊരു കാര്യം അറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ബജറ്റ് വിഹിതങ്ങളിൽ വലിയ വെട്ടിക്കുറക്കലുകൾ നടത്തിയിട്ടുണ്ട്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്, വിദേശ യൂണിവേഴ്സിറ്റികൾ വരുന്നു എന്നാണ് പറയുന്നത്. സ്വാഗതാർഹമായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായ ജനങ്ങളെ, ദളിതരെ, മാറ്റി നിർത്തപ്പെട്ടവരെ, ന്യൂനപക്ഷങ്ങളെ, സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാലെ നിൽക്കുന്ന മനുഷ്യരെ, ആ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? മൗലാന ആസാദ് സ്കോളർഷിപ്പ് സ്കീം നിർത്തലാക്കി, അനേകം സ്കോളർഷിപ്പുകൾ നിർത്തലാക്കി. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിക്കാനാവുക എന്ന്. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിതർക്കു നേരെയുള്ള പീഡനങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. അക്കാദമികമായ വലിയ പീഡനങ്ങൾ തന്നെയാണ് ഈ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അപരവൽക്കരിക്കുന്നു, അവരെ സംവരണ സമുദായം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, അവരെ നിങ്ങൾ റിസർവേഷനിലൂടെ കയറി വന്നവരാണ് എന്ന് ആക്ഷേപിക്കുന്നു, അവരെ മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ധാരാളം പോസ്റ്റുകൾ സമാനമായി അക്കാദമിക മേഖലയിൽ ദളിതരായ മനുഷ്യരുടേത്, ന്യൂനപക്ഷങ്ങളുടേത്, അവകാശപ്പെട്ട മനുഷ്യരുടേത് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആളുകളില്ലാത്തത് കൊണ്ടല്ല, തെരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ്. ആളുകളില്ലാത്തത് കൊണ്ടല്ല, യോഗ്യരായ മനുഷ്യരില്ലാത്തത് കൊണ്ടല്ല. IIT-കളിൽ, IIM-കളിൽ, NIT-കളിൽ, പ്രീമിയം സ്ഥാപനങ്ങളിൽ മുഴുവൻ അക്കാദമിക വിദഗ്ധരായി കയറി വരേണ്ട മനുഷ്യരുടെ വേദികൾ മുഴുവൻ മാറ്റിവെക്കുകയും പകരം രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തെ കാര്യം ഇതാണ്. ഇനി തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, രാജ്യത്തെ വിദ്യാഭ്യാസം നേടിയ ബഹുഭൂരിപക്ഷം മനുഷ്യരും ജോലിക്ക് വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായി പട്ടാളത്തിലെയോ പോലീസിലെയോ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള തൊഴിലിന് വേണ്ടി പോലും ക്യൂ നിൽക്കുന്ന, ഏറ്റവും താഴെയുള്ള ശിപായി ജോലികൾക്ക് വേണ്ടി, ശൗചാലയങ്ങൾക്ക് വൃത്തിയാക്കുന്നവർക്ക് വേണ്ടി, ഓടകൾ വൃത്തിയാക്കുന്നവർക്ക് വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരിൽ PhD സ്കോളേഴ്സ് ഉണ്ട്, MBA BTech യോഗ്യതയുള്ളവരുണ്ട്, മറ്റ് വലിയ യോഗ്യതകളുള്ളവരുണ്ട്. യോഗ്യതക്കനുസരിച്ച് എവിടെ തങ്ങൾക്ക് ജോലി? ആരാണ് നിയമനങ്ങൾ നടത്തുന്നത്? ഇന്ത്യൻ റെയിൽവേയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. റെയിൽവേയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം കൊണ്ടുവരുമ്പോഴും മറുഭാഗത്ത് ധാരാളം പോസ്റ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റുമാരുടെ അധിക ജോലിയെ കുറിച്ചുള്ള സംസാരങ്ങളുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന അനേകം തസ്തികകളെ കുറിച്ച് വാർത്തകളുണ്ട്. ഒരു കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ വിറ്റഴിക്കുകയും ആ സ്ഥാപനങ്ങളുടെ മുഴുവൻ ചുരുങ്ങിയ വിലക്ക് ഇവിടെയുള്ള വ്യാജമായി രൂപപ്പെട്ടു വന്ന കമ്പനികൾക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കമ്പനികൾ രൂപപ്പെട്ടു വന്നത് എന്നുകൂടി നാം തിരിച്ചറിയണം. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഇന്ത്യയുടെ ലെഗസിയിൽ നാം കേട്ടുപരിചയമുള്ള കമ്പനികളൊക്കെ മാറി നിൽക്കവേ പെട്ടെന്ന് രൂപപ്പെട്ടു വരുന്ന കമ്പനികൾ ഒരു സുപ്രഭാതത്തിൽ കോടികളുടെ ആസ്തിയിലേക്ക് കയറി വരുന്നു. രാജ്യത്തിന്റെ ഭരണാധികാരികൾ എവിടെ പോകുന്നു അവിടെയൊക്കെ ഈ കമ്പനികളും കയറി ചെല്ലുന്നു. പിറ്റേന്നവർക്ക് വർക്കുകൾ ലഭിക്കുന്നു, പിറ്റേന്നവർ ആ രാജ്യത്ത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് കാണേണ്ടതുണ്ട്. ഈ കാഴ്ചകളെ, അടിസ്ഥാന പ്രശ്നങ്ങളെ, തൊഴിലില്ലായ്മയുടെ, വിദ്യാഭ്യാസത്തിന്റെ, ജനകീയ പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, ഇന്ത്യ രാജ്യം വികസനത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ ലോകത്തെ 5ാമത്തെ സമ്പന്ന ശക്തി എന്നാണ് പറയുന്നത്. തൊട്ട് പിറകെ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. രാജ്യത്തെ പട്ടിണി ലോകരാജ്യങ്ങളിലെ 120 രാജ്യങ്ങളെ എടുത്ത് പട്ടിണിയുടെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ, റാങ്ക് ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 107ാം സ്ഥാനത്താണ്. എന്താണ് സംഭവിക്കുന്നത്? ലോകശക്തിയിൽ ഞങ്ങൾ 5ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോഴും പട്ടിണി സൂചികയിലെ 107ാമത്തെ റാങ്കിലേക്ക് തരം താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത വർഷങ്ങളിൽ 102ാം റാങ്കിൽ നിന്ന് 107ാമത്തെ റാങ്കിലേക്ക് ദരിദ്ര രാജ്യങ്ങളുടെ പിന്നിലേക്ക് നാം കടന്നു ചെല്ലുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഈ രാജ്യം ഒളിച്ചോടിക്കൊണ്ടേയിരിക്കുന്നു. ഉത്തരവാദിത്തത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തോട്, നമുക്ക് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളോട് ഈ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷ എന്താണ്? നമുക്ക് സൗഹൃദത്തെക്കുറിച്ച്, നമുക്ക് സാഹോദര്യത്തെക്കുറിച്ച്, നമുക്ക് മതേതരത്വത്തെക്കുറിച്ച്, നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച്, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നിർമ്മിച്ചെടുക്കുന്ന ഒരു കാലത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ആപ്തവാക്യമുണ്ട്. അതിങ്ങനെയാണ്: ലോക ചരിത്രത്തിൽ ജൂതന്മാരോട് വാക്കുപാലിച്ച ഒരു മനുഷ്യനേ ഉള്ളൂ, അത് ഹിറ്റ്ലറാണ്.
പറഞ്ഞിട്ടാണ് ഹിറ്റ്ലർ എന്തൊക്കെ വാക്കുകൾ ജൂത സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ആ വാക്കുകൾ മുഴുവൻ ജൂത സമൂഹത്തോട് പാലിച്ചിട്ടുണ്ട്. ഹോളോകാസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ആ ജനതയെ മുഴുവൻ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വാക്ക് പാലിക്കുന്ന ഗ്യാരണ്ടിയുടെ കാലത്ത് നമുക്ക് ഈ വാക്ക് പാലിക്കാത്ത മനുഷ്യരാണെങ്കിൽ പോലും നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുമെങ്കിൽ, നിങ്ങൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, അങ്ങനെ ഒരു അടിസ്ഥാന ജനവിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വാക്ക് പാലിക്കാത്ത മനുഷ്യരായിരിക്കാം ഒരുപക്ഷെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് എന്ന തോന്നലിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാജ്യത്തിന്റെ ശക്തിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ ശബ്ദങ്ങളെയും സ്വാതന്ത്ര്യത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും മതേതരത്വത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, അങ്ങനെ സ്നേഹവും സൗഹൃദവും കളിയാടുന്ന ഈ വൈവിധ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഈ വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവ് വൈവിധ്യപൂർണമായ അതിന്റെ സൗന്ദര്യത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളത്. അതിനുള്ള ചെറുശക്തികൾ പോലും, അതിനുള്ള കൊച്ചു കൊച്ചു പ്രയത്നങ്ങൾ പോലും ഏറ്റവും മനോഹരമാണ് എന്നാണ് നാം കരുതുന്നത്. വീണു പോകുന്നില്ല, നാം തോറ്റുപോകുന്നില്ല. നിരാശ ബാധിച്ച മനുഷ്യരല്ല ഈ രാജ്യത്ത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. പ്രതീക്ഷാപൂർവം വീണുപോയ ബ്രിട്ടീഷ് ഇന്ത്യ കയറി വന്നിട്ടുണ്ട് ഈ രാജ്യത്ത്. അനേകം സന്ദർഭങ്ങളിലൂടെ ഈ രാജ്യം കയറിപ്പോയിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ രാജ്യത്തിന്റെ സമരതന്ത്രങ്ങൾക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഈ രാജ്യം അതിന്റെ വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ട്, അതിന്റെ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, അതിന്റെ ബഹുസ്വരമായ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട്, ഈ രാജ്യത്തെ മനുഷ്യരുടെ സ്നേഹപൂർണമായ കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നുകൊണ്ട് ഈ രാജ്യം ഉയർത്തെഴുന്നേൽക്ക് വരിക തന്നെ ചെയ്യും. ഈ രാജ്യം പുനർനിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. അതെത്രമേൽ കിരാതമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് മേൽ കയറിപ്പോയിട്ടുണ്ടെങ്കിലും, എത്ര കാലം ഈ ദുരന്തപൂർണമായ കാലം നീർഗിച്ചു പോയാലും അതിനപ്പുറത്ത് പ്രതീക്ഷയുടെ ഒരു നല്ല കാലം ഉണ്ടായിത്തീരുക തന്നെ ചെയ്യുമെന്ന്, ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു പ്രയത്നങ്ങളാണ് നാം നടത്തുന്ന എല്ലാ കാര്യങ്ങളുമെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.